അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലപ്രഖ്യാപനവും പൂർത്തിയായി. ഇനി ഈ ജനവിധി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ ബാധിക്കും, ഏത് രീതിയിൽ സ്വാധീനിക്കും, ഇതിൻ്റെ ഒരു തനിയാവർത്തനമാണോ നടക്കാൻ പോകുന്നത് എന്ന ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പൊതുവെ ആ രീതിയിലുള്ള ചർച്ചകൾ സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു. അത് സ്വാഭാവികവുമാണ്. 1995 മുതൽക്ക് 2020 വരെ ഉള്ള ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലെ റിസൾട്ടുകൾ തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അതേപോലെ തന്നെ ആവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്. 1995 ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടന്നത്. 95 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ്. അത് കഴിഞ്ഞ് 96 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് അതേ റിസൾട്ട് തന്നെ ആവർത്തിച്ചു. 95 നിയമസഭ ഈ പഞ്ചായത്തുകളിലേക്കും 96 നിയമസഭയിലേക്കും LDFിനാണ് ഭൂരിപക്ഷം കിട്ടിയത്. 2000 ആണ്ടിൽ LDF വലിയ പ്രചരണമൊക്കെ നടത്തി അവർ ജയിക്കുന്നുള്ള ട്രെൻഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ UDF ജയിച്ചു. UDF അല്ല, കോൺഗ്രസ് ജയിച്ചു എന്നൊരു കൂടുതൽ ശരി. കാരണം UDFിൽ നിന്ന് ആ സമയത്ത് മുസ്ലിം ലീഗ് ഭിന്നിച്ച് മാർക്സിസ്റ്റുകാരുമായിട്ട് അടവ് നയം പറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. എന്നിട്ട് പോലും 2000 അത് വേക്കാനിനെ പോലെ പരമദുർബലനായ ആ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടും കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ചരിത്ര ഭൂരിപക്ഷം കിട്ടി. 2005 വീണ്ടും ചരിത്രം ആവർത്തിച്ചു. LDFിന് വലിയ മേൽക്കോയ്മ കിട്ടി. 2006 VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ LDFിനും ചരിത്ര വിജയം നേടാൻ കഴിഞ്ഞു. 2010 കഴിഞ്ഞപ്പോൾ സംഗതി പിന്നെ മാറി. കാരണം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും കൂടി കൂടിയിട്ട് LDF വിട്ട് UDFിലേക്ക് പോയി. വലിയ തിരിച്ചടി LDFിനുണ്ടായി, വലിയ വിജയം UDFിനുണ്ടായി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ആവർത്തിക്കുമായിരുന്നു. പക്ഷെ ചെറിയൊരു പ്രശ്നം പറ്റി. എന്താ വെച്ചാൽ ഒരു പ്രശ്നമല്ല, 3 പ്രശ്നം പറ്റി. ഒന്ന്, കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള ഐസ്ക്രീം പെൺവാണിഭ കേസ് പിന്നെ പൊങ്ങി. രണ്ടാമത് R ബാലകൃഷ്ണപിള്ളയെ സുപ്രീം കോടതി ശിക്ഷിച്ചു. മൂന്നാമത് CPM നേതൃത്വം VS അച്യുതാനന്ദൻ്റെ സീറ്റ് നിഷേധിച്ചിട്ട് പിന്നെ നിഷേധിച്ച സീറ്റ് തിരിച്ചു കൊടുത്തു. അപ്പോൾ ഈ 3 സംഗതികളുടെ ഫലമായിട്ട് തിരുവിതാംകൂർ ഭാഗത്ത് പ്രത്യേകിച്ചു LDFിന് വളരെ ഗുണകരമായ ഒരു അന്തരീക്ഷം ഉണ്ടായി. കോൺഗ്രസിന് പഴയ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. നമുക്കറിയാവുന്ന പോലെ 68-72 എന്ന രീതിയിൽ ഫിനിഷ് ചെയ്തു. 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 2 മുന്നണികളിൽ ഏറെക്കുറെ തുല്യത പാലിച്ചു. മുനിസിപ്പാലിറ്റികളിലും അതുപോലെ ജില്ലാ പഞ്ചായത്തുകളിലും ഏറെക്കുറെ തുല്യത പാലിച്ചു. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ LDFിന് ചെറിയൊരു എഡ്ജ് കിട്ടി. ചെറിയ എഡ്ജേ കിട്ടിയുള്ളൂ. ഏറെക്കുറെ തുല്യത പാലിച്ചു എന്ന് പറയുമ്പോഴും വലിയ ജില്ലകൾ കൂടുതലും LDFിനാണ് കിട്ടിയത്. അതുകൊണ്ട് LDFിന് മനഃശാസ്ത്രപരമായ ഒരു മുൻതൂക്കം കിട്ടി. ഈ മനഃശാസ്ത്രപരമായ മുൻതൂക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ UDF തോൽക്കുകയും LDF സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരികയും ചെയ്തു. അങ്ങനെയാണ് പിണറായി വിജയൻ്റെ 1ാമത്തെ സർക്കാരുണ്ടായത്. 5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ജനം മാറി ചിന്തിക്കേണ്ടതായിരുന്നു. പക്ഷെ അന്ന് കോവിഡ് ആയതുകൊണ്ട് എന്തോ ജനം വീണ്ടും LDFിനെ തന്നെ വിജയിപ്പിച്ചു. അതായത് 2020 തെരഞ്ഞെടുപ്പിൽ 2015 അല്പം കൂടി മെച്ചപ്പെട്ട രീതിയിൽ LDF ഫിനിഷ് ചെയ്തു. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ റിസൾട്ട് ആവർത്തിച്ചു. 2021 പിണറായി സർക്കാർ അധികാരത്തിൽ തിരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും 5 കൊല്ലം കഴിഞ്ഞ്, അതായത് 10 കൊല്ലത്തിന് ശേഷം വീണ്ടും UDF വിജയം ഭരിച്ചിരിക്കുകയാണ്. UDFിനാണ് മേൽക്കൈ കിട്ടിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇനി 3 മാസവും കൂടിയ 4 മാസവും, ഈ 4 മാസത്തിനകത്ത് മാനസികമായിട്ടുള്ള ഈ ഒരു വലിയ ആഘാതത്തിൽ നിന്ന്, മനഃശാസ്ത്രപരമായ തിരിച്ചടിയിൽ നിന്ന് മുന്നോട്ട് വരാൻ LDFിന് സാധിക്കുമോ എന്നുള്ള വലിയ ചോദ്യമാണ്. അല്ലെങ്കിൽ അവർക്ക് എന്ത് അജണ്ടയാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസ്സുകാർ ഇപ്പോൾ വളരെ ജൂബിലൻ്റ് ആയിട്ടിരിക്കുകയാണ്. അവർ ഏതാണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചു. നാളെ മറ്റന്നാളെ വേണമെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് UDFിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ ഒരു 5 മുഖ്യമന്ത്രിമാരെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. തീർച്ചയായിട്ടും VD സതീശനുണ്ട്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുണ്ട്, പിന്നെ എന്തിനു സന്നദ്ധനായിട്ട് ഹൈക്കമാൻഡിൽ വേണുഗോപാലുണ്ട്. വേണമെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണ് എന്ന രീതിയിൽ ലീഡർ K കരുണാകരൻ്റെ മകൻ K മുരളീധരനുണ്ട്. അതും പോരെങ്കിൽ അടിയൽ ലച്ചിപ്പോ എന്ന രീതിയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. എന്തിന് സണ്ണി ജോസഫും അടൂർ പ്രകാശും വരെ കേരള മുഖ്യമന്ത്രിമാരാകാൻ
ബദ്ധകച്ചരായി കങ്കണരായി നിൽക്കുകയാണ്. ഇത്രയും 6, 7, 8 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ തന്നെ കോൺഗ്രസിലുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. പിന്നെ ഉപമുഖ്യമന്ത്രിയോ വേണമെങ്കിൽ സൂപ്പർ മുഖ്യമന്ത്രിയോ ആകാൻ തയ്യാറായിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്, മറ്റ് പല സാഹിബുമാരുമുണ്ട്. ആരക്കായി നോക്കാൻ തയ്യാറായിട്ട് മോൻസ് ജോസഫും പി ജോസഫിൻ്റെ മകൻ അബു വരെയുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ UDF ഒരു രാഷ്ട്രീയ സാഹചര്യം. പിന്നെ UDF സ്ഥാനാർത്ഥികൾ അവർ തന്നെ വേല വയ്ക്കും, കാലുവാരും, കൂതികാല് വെട്ടും, ഇങ്ങനെയൊക്കെയുള്ള പല സൗകര്യങ്ങളുണ്ട്. LDF സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പോസിറ്റീവായിട്ട് എന്താ കാണാൻ പറ്റുക? ഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികൾ തോറ്റു, ബ്ലോക്ക് പഞ്ചായത്തുകൾ തോറ്റു, ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകൾ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള ഭയങ്കരമായ പരാജയമുണ്ടായി. ജില്ലാ പഞ്ചായത്തുകളെ സംബന്ധിച്ച് നോക്കിയാൽ ചെറിയൊരു ആശ്വാസത്തിന് വൈകിട്ട് 7 ജില്ലാ പഞ്ചായത്തുകൾ LDF ഏതാണ്ട് 7 UDF കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ വലിയ ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, അതുപോലെ തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, പോയി കണ്ണൂർ, ഇത്രയും ജില്ലകൾ, വലിയ ജില്ലകൾ LDF കിട്ടിയില്ല, UDF അല്ല. വേണമെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. പിന്നെ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികൾ നിർത്തുക. 1987 ചെയ്ത പോലെ ഈ കളങ്കിതരായ ആളുകളെ, അല്ലെങ്കിൽ ജനങ്ങൾ കണ്ട് മടുത്ത് വെറുത്ത ആളുകളെ പിൻവലിക്കുക, ജയസാധ്യതയുള്ള ആളുകളെ നിർത്തുക, പരമാവധി ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുക്കുക, അല്ലാത്ത സീറ്റുകളിൽ വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തുക, മുതിർന്ന നേതാക്കൾ, ഭൂമിക്ക് ഭാരമായവർ, ഇരുന്നിരുന്ന ആസനത്തിൽ ആല് മുളച്ചവർ, ഇവരെയൊക്കെ മാറ്റുക. എന്നിട്ട് ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ 2011 പോലെ ഒരു ജയത്തിന് ചെറിയ സാധ്യതയുണ്ട്. 2011 ഭരണം കിട്ടിയില്ല, ഭരണത്തിൻ്റെ അടുത്ത് വരെ എത്തി. പക്ഷെ അപ്പോഴൊരു വലിയ പ്രശ്നമുണ്ട്. ഈ കടൽക്കിഴവനെ പോലെ ഇരിക്കുന്ന മുഖ്യമന്ത്രി എത്തി. പണ്ട് സൂതോമരി ടീച്ചർ ഒരു കവിതയിൽ ചോദിച്ച പോലെ, ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ച ഒരു അവയവം, പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സു എന്ന് ചോദിച്ച പോലെ ഈ മുഖ്യമന്ത്രി ആര് മാറ്റും? ആദ്യത്തോട് വിജയൻ സഖാവിന് ഇത്ര പ്രായമായില്ലേ, പലവിധ അസുഖങ്ങളില്ലേ, വാർദ്ധക്യ പീഡിതനല്ലേ, അങ്ങ് അർബുദ രോഗബാധിതനല്ലേ, അല്പസമയം വിശ്രമിക്കൂ എന്ന് പറയാൻ ഈ പാർട്ടിക്കകത്ത് ആരുണ്ട്, ഈ മുന്നണിക്കകത്ത് ആരുണ്ട്? ആ ആളുടെ കയ്യിലാണ് LDF വിജയത്തിൻ്റെ അല്ലെങ്കിൽ തിരിച്ചുവരവിൻ്റെ താക്കോൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഞാൻ പറയുന്നത് പിണറായി സഖാവിനുള്ള എന്തെങ്കിലും വിരോധം കൊണ്ടല്ല. LDF സംവിധാനം കുറച്ചാലും കൂടെയൊക്കെ നിലനിന്ന് കാണണം എന്ന് താല്പര്യമുള്ളതുകൊണ്ടാണ്. ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ തന്നെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്ന ഒരു കാഴ്ച, കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത് കോൺഗ്രസ്സുകാരുടെ വോട്ട് കൊണ്ട് മാത്രമല്ല, LDF നിന്ന് മാറി വന്ന വോട്ട് കൊണ്ട് പോലുമല്ല, LDF വോട്ടുകൾ വലിയ തോതിൽ BJP പോയതുകൊണ്ടുകൂടിയാണ്. എന്തുകൊണ്ടാണ് LDF പരമ്പരാഗത വോട്ടുകൾ BJP പോകുന്നത്? അത് തടയാനായിട്ട് ഈ പാർട്ടിക്ക്, ഈ മുന്നണിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യം ഒരു വലിയ ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഉത്തരവിരിക്കുന്നത് ഒരേ ഒരാളുടെ കയ്യിലാണ്, അത് പിണറായി വിജയൻ്റെയിലാണ്. അദ്ദേഹം ഇനിയും ഈ മുന്നണിയെ ഞാൻ തന്നെ നയിക്കും, എൻ്റെ കൈകൊണ്ടായിരിക്കും LDF ആദ്യം, എൻ്റെ കൈകൊണ്ടായിരിക്കും CPM ആദ്യം, ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആദ്യം കുറിക്കാനായിട്ട് പടച്ചതമ്പുരാൻ അയച്ച മാലാഖ ഞാനാണ് എന്ന് വിചാരിച്ചാൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാതുള്ളവർ കേൾക്കട്ടെ എന്ന് മാത്രം പറയുന്നു. ലാൽ സലാം.